ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് മ്യൂസിയത്തിലാണ് ഗൈസ്. നമ്മുടെ തോമസ് ലീഹയുടെ മൈലാപ്പൂരിലുള്ള മ്യൂസിയത്തില് ആദ്യമേ തന്നെ ആ പള്ളിയുടെ ഒരു സ്ട്രക്ചറാണ് ഗൈസ് കാണാനുള്ളത്. പിന്നെ കുറെ ടൈപ്പിലുള്ള അരളിക്കകൾ ഉണ്ട് ഗൈസ്, കുറെ വർഷം പഴക്കമുള്ളത്. അതിൽ കുറെ പേരുടെ തിരുശേഷിപ്പുകളും ഉണ്ട് ഗൈസ്. പിന്നെ നമ്മൾ കണ്ടത് ആ പ്രദേശത്തുള്ള പൊട്ടിപ്പോയ മൺകലങ്ങളും പാത്രങ്ങളും അതിന്റെ ഒക്കെ പീസസ് ആണ് ഗൈസ്. എന്തിനാണോ അത് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്, ഇതൊക്കെ വെക്കുന്നതിനാണല്ലോ മ്യൂസിയം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് കുറെ പേരുടെ ബോൺസ് ആണ് ഗൈസ്. അവിടെ പള്ളി പണിതപ്പം കിട്ടിയതാണെന്നാണ് എന്റെ ഒരു നിഗമനം. നമ്മളൊക്കെ ചത്ത് കഴിഞ്ഞ് നമ്മുടെ എല്ലൊന്നും ഇതുപോലെ ബോക്സിലാക്കി വെക്കുവോ ഗൈസ്? ഒരിക്കലും ഇല്ല. എല്ലൊക്കെ ചില്ലും കൂട്ടി ഇരിക്കാനും വേണം ഒരു ഭാഗ്യം. ഒരു പൊടി എല്ല് പോലും അവര് കളയാതെ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. പല വണ്ണത്തിലും വലിപ്പത്തിലും നീളത്തിലും വീതിയിലും ഉള്ളതുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് പഴയ പ്രാചീന കാലത്തെ കുർബാന പുസ്തകങ്ങളാണ് ഗൈസ്. പലതരത്തിലുള്ള കുർബാന പുസ്തകങ്ങൾ വായിച്ചാൽ ഒരു വക മനസ്സിലാവത്തില്ല, അത് വേറെ ഏതോ ഭാഷ. ആദ്യമേ നമ്മൾ ബൈബിൾ ആണെന്ന് നേരെ തെറ്റിദ്ധരിച്ചു. പിന്നെ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുർബാന പുസ്തകമാണ്. പിന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവിടെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ വലിയൊരു ചിത്രമാണ് കണ്ടത്. അതിനകത്ത് തോമസ് ലീഹ നിൽക്കുന്നത് മാത്രം മനസ്സിലായി. വേറൊരു ചേട്ടനെ ആണ്ട് വലിച്ചുകൊണ്ട് വരുന്നുണ്ട് ഗൈസ്. എന്നാ സംഭവം കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ആ സ്വർണ്ണ സ്റ്റാച്ചു പിന്നെ ആരുടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കുറെ ലിപികൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഗൈസ്. അതൊക്കെ എന്നതാണെന്ന് വായിച്ചു നോക്കാൻ പോലും പറ്റത്തില്ല ഗൈസ്. എന്തോ വലിയ അർത്ഥങ്ങളുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ തോമസ് ലീഹ എഴുതിയതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പുള്ളി എഴുതി പഠിച്ചതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇനി പുള്ളി എഴുതി പഠിച്ചത് വല്ലതും ആയിരിക്കുമോ? ഏയ്, അല്ലായിരിക്കും അല്ലേ. പിന്നെ പുള്ളി ഇരുന്ന കസേര ഉണ്ടായിരുന്നു ഗൈസ്, അങ്ങ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കസേര. അതിന്റെ കാല് പോലും ഒടിഞ്ഞിട്ടില്ല ഗൈസ്, അതുപോലെ തന്നെ ഇരിക്കുന്നു. പോളിഷ് ചെയ്തെടുത്താൽ അടിപൊളി. പിന്നെയും കുറെ ഏതാണ്ട് ഈ കല്ല് എഴുതിയേക്കുന്ന സാധനങ്ങളാണ് ഗൈസ് അവിടെ പകുതിയും. പിന്നെ തോമസ് ലീഹയുടെ റൂട്ട് മാപ്പും ഉണ്ട് ഗൈസ് അവിടെ. കടലിൽ നിന്ന് കരയിലോട്ട് വന്നതും കരയിൽ നിന്ന് കടലിലോട്ട് പോയതും ഒക്കെ ഉണ്ട്. പിന്നെ സാന്തോമിന്റെ മൊത്തത്തോടുള്ള വ്യൂ ഉണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഒരു അരളിക്കായും കൊണ്ട് ഏതോ ഒരു വിശുദ്ധന്റെ. അപ്പൊ ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് മടങ്ങി ഗൈസ്. അപ്പം സബ്സ്ക്രൈബ്.